കൃഷിയത്ന ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സഹോദരിമാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോണത് ചേമ്പ് നടുന്ന രീതി കേട്ടോ. പക്ഷേ ഇതെനിക്ക് കിഴങ്ങിന് വേണ്ടിയിട്ടല്ല, മീനിന് കൊടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചേമ്പ് നടുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചേമ്പിൻ്റെ തടയെല്ലാം എടുത്ത് വെച്ച് മുളച്ച് തുടങ്ങിയതാട്ടോ. അത് അങ്ങനെ ഞാൻ 3-4 സ്ഥലത്തോടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലെ കുഴിയുണ്ടാക്കി, ഒരു സിമൻറ്റ് ചട്ടിയുടെ ഷേപ്പിൽ കുഴിയുണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് കരിയില ഇട്ടു. അതിന് മുകളിൽ ചേമ്പ് വെച്ചു. ഇനി വെച്ച് മണ്ണിട്ട് കൊടുക്കാം. ചുറ്റിന് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക, ഈ കിഴങ്ങ് മൂടത്തക്ക രീതിയിൽ. ഇതിൻ്റെ ആ കൂമ്പ് മൂടണ്ട. ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തു. നോക്കിയതിന് മുകളിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതാണ് ചാണകപ്പൊടിയാണ്. ഈ ആട്ടിൻകാഷ്ടമോ ആയാലും മതി, ഓരോർക്ക് കയ്യിലുള്ള ഇത് ഇട്ട് കൊടുത്താൽ മതി. എന്തായാലും ആട്ടിൻകാഷ്ടം ചാണകപ്പൊടി ഏതെങ്കിലും ഒന്ന് വേണം കേട്ടോ. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ മണ്ണിട്ട് കൊടുക്കാം. കൂമ്പിൽ കൂട്ടി മണ്ണിട്ട് കൊടുക്കാം. ഇതുപോലെ കൂമ്പിൽ കൂട്ടി മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. ചുറ്റും നിറയെ കരിയിലയാണ്. നമുക്കിവിടെ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ചുറ്റും മണ്ണ് കയറ്റിയിട്ട് കൊടുക്കാം. എന്നിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. മണ്ണ് കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് മണ്ണിന് ഇളക്കം കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ മഴ പെയ്തില്ലെങ്കിൽ മണ്ണ് ഉറച്ചു പോയില്ലേ. ഇതൊന്ന് നനച്ച് കൊടുക്കാമെന്നുള്ള പ്ലാനാണ്. ഇതുപോലെ ഞാൻ എൻ്റെ ഞാൻ നടന്ന സ്റ്റൈലാട്ടോ കാണിച്ചത്. ചാണകപ്പൊടി ഇട്ടു. ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. മുള മുകളിൽ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ചേമ്പ് നട്ട് കഴിഞ്ഞു. നമുക്ക് ഇതിനും അതുപോലെ കരിയിലിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.